നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ മകൻ എന്നതിലുപരി ദുൽഖർ സൽമാനെ മലയാളികൾ നെഞ്ചോട് ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ്. ഒരുപക്ഷെ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ തന്നെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ദുൽഖറിനെ മലയാളികൾ DQ എന്ന് വിളിപ്പേര് നൽകി. പ്രധാനമായും യുവജനങ്ങൾ, അതായത് യൂത്ത് കൂടുതൽ അവരിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള രീതിയിൽ DQന് വളരാൻ സാധിച്ചു. നിരവധി സിനിമകളാണ് ദുൽഖർ ചെയ്തിട്ടുള്ള. മഹാനടി, ഉസ്താദ് ഹോട്ടൽ, ABCD, ചാർലി, അതിലെ ഉസ്താദ് ഹോട്ടൽ ഉൾപ്പെടെയുള്ളതിന് മികച്ച നടൻ, ഫിലിം ഫെയറിൻ്റെ മികച്ച നടൻ എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. ആദ്യ കാലഘട്ടം മുതൽ തന്നെ തൻ്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിക്കാൻ ദുൽഖറിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏതായാലും ദുൽഖറിനെ പറ്റി അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും അധികം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദുൽഖറും വലിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. അതും ഒരു വൃത്തികെട്ട വിവാദം എന്നതിലേക്കായിരിക്കും മാറുന്നത്. പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്, എന്തും എങ്ങനെയും ഏത് തരത്തിലും ഒരു വിവാദ വിഷയം ഉണ്ടാക്കാൻ തരത്തിലുള്ള മാനസിക നിലയാണ് ചിലപ്പോൾ ചില മലയാളി. എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത്തരത്തിൽ ഇപ്പോൾ ദുൽഖറിനെയും ഭാര്യയുമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചിരിക്കുന്നതും അതും ചില വൃത്തികെട്ട ഭാഷകൾ കൊണ്ടാണ്. അത് കൂടുതൽ എനിക്ക് ആ ഭാഷകൾ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. എന്നാലും അതിൽ 1-2 വാർത്തകൾ ഇങ്ങനെയാണ്. മമ്മൂട്ടിയുടെ മകനല്ലേ, സ്വന്തം ഭാര്യയെ തട്ടമിടാതെ പുറത്തിറക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇസ്ലാം ഉമ്മത്തിന് നിരക്കാത്ത ഹറാമായ വേഷം ധരിച്ച് അന്യ പുരുഷന്മാർക്ക് നോക്കി കളങ്കപ്പെടുത്താൻ കൊണ്ടു നിർത്തിയ ഇവനുക്ക് ഈമാൻ എന്തെന്നറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട ഭാഷയിൽ അത് ഈ പറയുന്നത് പോലെ ഇത് അയച്ചതും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേരുകളാണ് ഇതിലൊക്കെ വരുന്നത്. സ്വന്തം ഭാര്യയെ കണ്ടവർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന ഭർത്താവ് എന്നൊക്കെ, അത് വളരെ വൃത്തികെട്ട ചീത്തയായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം മെസ്സേജുകൾ ഇങ്ങനെ വരികയും അത് വലിയൊരു അപഹാസ്യമായിട്ടുള്ള രീതിയിലൊക്കെ പോകുന്നത്. എന്ന് തന്നെയാൽ ഇത് സംഗതി വേറൊന്നുമല്ല. ദുൽഖറും ഭാര്യ അമാൽ സൂഫിയയും കൂടി മുംബൈയിൽ ഒരു വിവാഹ ഫംഗ്ഷന് വേണ്ടി പങ്കെടുത്തിരുന്നു. വളരെ മനോഹരമായ ആ ഒരു ഡ്രസ്സാണ് അമാൽ ധരിച്ചിരുന്നത്. അതിനൊത്തിണങ്ങിയ ദുൽഖറും ധരിച്ചിരുന്നു. അതിലെന്താണ് അപാകത എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഒരുപാട് പേര് ശക്തമായിട്ട് അത് എതിർക്കുന്നു. ഈ കമൻറ്റുകൾ ഇട്ടവർക്ക് നേരെ വളരെ അധികം ശക്തമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളൊക്കെ ഇതിൽ കണ്ടതെന്നുള്ളത്, മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച ഭാര്യയും ഭർത്താവും, ഇവരുടെയൊക്കെ പ്രശ്നം തട്ടമിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ദേഹം മുഴുവനും മൂടിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഈ കമൻ്റ് ഇട്ടവർക്ക് വന്നത്. അത് അവരുടെ മതവിശ്വാസമായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഒരു സ്ത്രീയെ ഇത്രത്തോളം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ഇത്രത്തോളം ഈ വിമർശിക്കേണ്ടുന്ന വസ്തുത എന്താണ് എന്നുള്ളതാണ്. കാരണം ഗൗരവ് ഗുപ്താസിൻ്റെ ബ്രൈഡൽ കോച്ചർ കളക്ഷൻ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നടന്ന ആ ഒരു ഫംഗ്ഷനാണ്, ഒരു ബ്രൈഡൽ ഫംഗ്ഷനാണ്. ഇത്തരത്തിൽ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നതിനെ വളരെയധികം അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് കമൻ്റ് ഇട്ടത്. പക്ഷേ ഇതിന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് ഇതിൻ്റെ എതിർഭാഗത്തുള്ള കുറേ ആൾക്കാർ ദുൽഖറിനെ അനുകൂലിച്ചുകൊണ്ടും ഈ കമൻറ്റുകൾക്ക് ഇടയിൽ തന്നെ നിരവധി പേര് അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെതിരെയായിട്ടും ഒക്കെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഏതായാലും ദുൽഖറിൻ്റെ ഭാര്യ, അതായത് അമാൽ സൂഫിയ ധരിച്ച വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഒരു ഗൗൺ ആണ് ധരിച്ചിരുന്നത്. പക്ഷെ അതിന് ഈ പറയുന്നത് പോലെ അതിന് ഈ പരിഹസിക്കാൻ മാത്രമായിട്ടുള്ള യാതൊരു കാര്യം അതിൽ കാണാനില്ല. അത്യാവശ്യത്തിന് ശരീരമൊക്കെ മറച്ച് വളരെ ക്വീനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വേഷമാണ് ധരിച്ചത്. ഏതായാലും ഹറാമായ വേഷം ധരിച്ചു എന്നുള്ള രീതിയിൽ ഈ പരിഹസിക്കുന്നവരോട് പറയാൻ ഉള്ള വാക്കുകൾ ഇതൊക്കെയാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വസ്ത്രധാരണത്തിലാണെങ്കിലും അവൻ്റെ വാചകത്തിലാണെങ്കിലും അതേപോലെ തന്നെ അവൻ്റെ പ്രവൃത്തിയിലൊക്കെ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പ്രധാനമായിട്ടും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഏതൊക്കെ വസ്ത്രം എപ്പോൾ ധരിക്കണം എന്നുള്ളത് അവനവൻ്റെ
അവനവൻ എടുക്കുന്ന തീരുമാനമാണ്. അത് മറ്റുള്ളവർക്ക് അത് കൈകടത്തുന്നത് എന്തിനാണ് എന്നുള്ളത്. ഒരു മതവിശ്വാസം ചിലപ്പോൾ അത് പൂർണ്ണമായും ദേഹം മറയ്ക്കണം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ അത് ഒരാൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകുന്നവരെ, അല്ലെങ്കിൽ മാന്യമായിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും മലയാളികളുടെ ഹൃദയത്തേക്ക് വെക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അതുപോലെ തന്നെ ദുൽഖറും. ഈ രണ്ട് വ്യക്തികളും ഒരുപക്ഷെ വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ പോകുന്ന ഈ രണ്ട് വ്യക്തികളും മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ഒരു പക്ഷേ സാമൂഹിക രംഗത്ത് വളരെ പ്രതിബദ്ധരുള്ള ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അവരെ അവരുടെ ആ കുടുംബത്തെയും അപമാനിക്കുന്നതുകൊണ്ട് എന്താണ്? അതും ഈ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞുള്ള ഒരു പ്രത്യേക മതവിഭാഗമാണ് അവർ. ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു കമൻറ്റുകൾ ഇട്ടേക്കുന്നത് എന്നുള്ളത്. പക്ഷേ എന്തായാലും അതിശക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ തന്നെ ഒരു ക്യാമ്പയിൻ എന്നുള്ള, അല്ലെങ്കിൽ ഇവർക്കെതിരെ തന്നെ വിമർശിക്കുന്ന തരത്തിൽ കമൻറ്റുകളും പോകുന്നുണ്ട്. ഏതായാലും ദുൽഖറിനോടും ഭാര്യയോടും ആർക്കാണ് ഇത്ര വിരോധം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വിമർശനങ്ങളിലേക്ക് നയിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൂടാ. ഒരു കാലത്ത് പണ്ടൊക്കെ പറയുമായിരുന്നു ഈ ബസ് സ്റ്റാൻഡ് ബാത്റൂമുകളിലൊക്കെ എഴുതേണ്ടുന്ന അശ്ലീലങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എഴുതുക എന്നുള്ളത്. ഇതൊരു വല്ലാത്ത രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. പലരെയും ഇപ്പം നടന്മാരെയൊക്കെ പല രീതിയിൽ അപമാനിക്കുന്ന തരത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന് മറ്റൊരു ഭാഗം സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ചില ഡിജിറ്റൽ മീഡിയ, ചില യൂട്യൂബ് ചാനൽസൊക്കെ അനാവശ്യമായിട്ട് ചില നടിമാരുടെയും ഒക്കെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ക്യാമറകളൊക്കെ വെച്ച് ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ കണ്ടൻറ് ഇറക്കി അവർക്ക് അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കുമ്പോൾ ഇത് മറ്റൊന്ന് ചിന്തിക്കുക. അവർക്കും അവരുടേതായ ഒരു പ്രൈവസി, അവരുടേതായ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ട്. അതിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതൊരു കുറച്ച് കൂടിപ്പോയി എന്നുള്ള തരത്തിലാണ് ഇതിൽ വരുന്ന കൂടുതൽ കമൻറ്റുകൾ. ഇതിൽ എന്താണ് ഇത്ര കാണാനുള്ളത്, എന്താണ് ഇത്ര പരിഹസിക്കാനുള്ളത് എന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ഈ മൊത്തമായിട്ടും ശരീരം മറച്ചാലേ ആ ഒരു മതത്തിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ഇപ്പോൾ അമാലും ഈ പറഞ്ഞ ദുൽഖറും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരെ ഇത്തരത്തിൽ പരിഹസിക്കുന്ന, അപമാനിക്കുന്ന, അവരെ വെറുതെ വിട്ടുകൂടെ എന്നുള്ള തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ ഇതിന് ദുൽഖറിന് അനുകൂലമായിട്ടും വരുന്നുണ്ട്. ഏതായാലും വല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു പ്രത്യേക വിഭാഗം, പ്രത്യേക മതം ഒരാളിലേക്ക് അടിച്ചമർത്തുമ്പോൾ അത് ഏത് വ്യക്തി എന്നുള്ളതില്ല, ആരിലേക്ക്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നേരെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ, അവരുടെ ഭാര്യമാർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ തൊടുത്തുവിടുമ്പോൾ സാധാരണക്കാരായ പെൺകുട്ടികളും സാധാരണക്കാരായ സ്ത്രീകളുടെ മേൽ എന്തുമാത്രമായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആൾക്കാർ സംസ്കാര ശൂന്യർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവർ തൊടുത്തുവിടുക. ഒരു പക്ഷേ ഇനിയൊരു കേരള സമൂഹം മൊത്തത്തിൽ സ്ത്രീകൾ ദേഹം മുഴുവനും മൂടിയിട്ടുകൊണ്ട് നടക്കണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? അത്തരത്തിലേക്ക് കേരളം പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾ മുഴുവനും ദേഹം മുഴുവനും വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ഭാഗം പോലും പുറത്ത് കാണിക്കാതെ നടക്കുന്ന സ്ത്രീകൾ നല്ലവരും, അല്ലെങ്കിൽ സംസ്കാരമുള്ളവരും, അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരും എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്ത്രീകളൊക്കെ വെറും മോശക്കാർ എന്നുള്ള തരത്തിലേക്ക് പോകുന്നത് എന്തിലേക്കാണ്? സാക്ഷരത കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോൾ കേരളം ഓരോ ദിവസം കഴിയുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുടെ അടിമകളായിട്ടും ഒക്കെ സംസ്ഥാനം, നമ്മളുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷരത കൈവരിച്ച കേരളമാണ്. ഒരുപക്ഷെ സൗദി അറേബ്യ പോലുള്ള അറബ് രാജ്യങ്ങളിൽ പോലും ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവരുടെ വസ്ത്രധാരണത്തിൽ പോലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവരുടെ സ്വാതന്ത്ര്യം നിറവേറ്റത്തക്ക രീതിയിൽ ആ രാജ്യങ്ങളൊക്കെ, അത്തരം അറബ് രാജ്യങ്ങളൊക്കെ വളരുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്ത്രീകളെ പുറകിലേക്ക് വലിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രധാരണത്തെ കീറി മുറിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും ദുൽഖറിനും ഭാര്യയ്ക്കും നേരിട്ട വിമർശനങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ പോരുകളാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗം മാത്രമാണ് ഇത്തരത്തിലുള്ള വിമർശിക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും ദുൽഖറിനും ഭാര്യയ്ക്കും പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്.